തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ആരാധനക്രമ വർഷത്തിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇതിനോടൊപ്പം തന്നെ നമ്മൾ വിവിധ എപ്പിസോഡുകൾ ആരാധനക്രമ വർഷവുമായി ബന്ധപ്പെട്ട് ആരാധനക്രമ പഠന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയുണ്ടായി. ആരാധനക്രമത്തെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായ ചിന്തകളോടുകൂടിയാണ് നമ്മുടെ എപ്പിസോഡ് നമ്മൾ ആരംഭിച്ചത്. അതിനുശേഷം നമ്മൾ കൂദാശകളിലേക്ക് പ്രവേശിച്ചു. മാമോദീസ, മുറോനഭിഷേകം, വിശുദ്ധ കുർബാന, ഈ കൂദാശകളുടെ പഠനം നമ്മൾ ഇതിനോടകം നിർവഹിക്കുകയുണ്ടായി. ഇന്നൊരു പുതിയ എപ്പിസോഡിൽ നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത് യാമപ്രാർത്ഥനകളെക്കുറിച്ചാണ്. നമുക്കറിയാം, നമ്മുടെ ജീവിതവുമായി ഏറെ ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നാണ് യാമപ്രാർത്ഥനകൾ. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പായി യാമപ്രാർത്ഥന എന്താണ്, എന്തിനാണ് നമ്മൾ യാമപ്രാർത്ഥന നടത്തുന്നത് എന്നത് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ആരംഭിക്കുകയാണ്. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ ആരാധനക്രമ വത്സരത്തെ 3 ചക്രങ്ങളായി, 3 സൈക്കിൾസ് ആയിട്ടാണ് തിരിച്ചിരിക്കുക. 1 ഡെയിലി സൈക്കിൾ, ദിനചക്രം. 2 വീക്ക്ലി സൈക്കിൾ, വാരചക്രം. 3 ഇയർലി സൈക്കിൾ അല്ലെങ്കിൽ ആനുവൽ സൈക്കിൾ, വാർഷിക ചക്രം. ഇതേ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ നമ്മൾ പിന്നീട് അതേപ്പറ്റി കൂടുതലായി പറയുന്നതാണ്. ഇപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും യാമപ്രാർത്ഥന എന്ന എപ്പിസോഡിലേക്ക് പ്രവേശിക്കുന്നതുകൊണ്ട് ദിനചക്രത്തെപ്പറ്റിയാണ് നമ്മൾ സംസാരിക്കാനായിട്ട് പോവുക. ഈ 3 സൈക്കിൾസിൽ ദിനചക്രം, വാരചക്രം, വാർഷിക ചക്രം. ഒന്നാമത്തേത് ദിനചക്രം 7 യാമങ്ങളെ സൂചിപ്പിക്കുന്ന, പ്രത്യേകിച്ചും 7 യാമങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളെപ്പറ്റിയാണ് പ്രത്യേകമായിട്ട് സൂചിപ്പിക്കുക. എന്തിനാണ് 7 യാമങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുക? ഒരു ദിവസം നമ്മൾ 7 യാമങ്ങളായി തിരിച്ച് 7 യാമങ്ങളിലായിട്ടാണ് പ്രാർത്ഥിക്കുക. യഹൂദ പാരമ്പര്യം അനുസരിച്ച് ഒരു ദിവസത്തെ 7 യാമങ്ങളായി തിരിച്ചിരിക്കുന്ന പോലെ അന്ത്യോക്യൻ പാരമ്പര്യത്തിലും ഒരു ദിവസത്തെ 7 യാമങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുക. 7 യാമങ്ങൾ നമുക്ക് വളരെ ഹൃദയസ്ഥമാണ്. സന്ധ്യയോടുകൂടിയാണ് ഒരു ലിറ്റർജിക്കൽ ഡേ ആരംഭിക്കുക. ഒരു ദിനചക്രം അല്ലെങ്കിൽ ഒരു ആരാധനാപരമായ ദിവസം ആരംഭിക്കുന്നത് സന്ധ്യയോടുകൂടിയാണ്. അപ്പോൾ സന്ധ്യയാണ് ഒന്നാമത്തെ യാമം, റംശോ, സന്ധ്യാപ്രാർത്ഥന. രണ്ടാമത്തെ യാമമാണ് സൂത്താറ, അതിന് ശയന നമസ്കാരം എന്ന് പറയും. 3-ാമത്തെ യാമം ലിലിയോ, രാത്രി പ്രാർത്ഥന. പിന്നീട് പ്രഭാത പ്രാർത്ഥനയെ സൂചിപ്പിച്ചിട്ടുണ്ട് സപ്രോ, 3-ാം മണിയുടെ പ്രാർത്ഥന, 6-ാം മണിയുടെ മധ്യാഹ്ന പ്രാർത്ഥന, 22:30-യുടെ 9-ാം മണി പ്രാർത്ഥന. ഇതാണ് ഈ 7 യാമങ്ങൾ. 7 യാമങ്ങളിലേക്ക് നമുക്ക് അതിനുവേണ്ടി പ്രത്യേകമായ പ്രാർത്ഥനകളുണ്ട്. 119-ാം സങ്കീർത്തനം 164-ാം വാക്യത്തിൽ 7 പ്രാവശ്യം ഒരു ദിവസം പ്രാർത്ഥിക്കുന്നതിനെ പറ്റി ഇങ്ങനെ പറയുന്നുണ്ട്: അങ്ങയുടെ നീതിയുക്തമായ കൽപ്പനകളെ പ്രതി ദിവസം 7 പ്രാവശ്യം ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. ദിവസം 7 പ്രാവശ്യം 7 യാമങ്ങളിലായി പ്രാർത്ഥിക്കുന്ന രീതിയുടെ ഒരു വേദപുസ്തക അടിസ്ഥാനമാണ് നമ്മളിവിടെ കാണുക. എന്തിനാണ് നമ്മൾ വിവിധ യാമങ്ങളിലായി പ്രാർത്ഥിക്കുക? നാം അറിയാതെ ചെയ്യുന്ന പാപങ്ങൾക്ക് പോലും യാമപ്രാർത്ഥനകൾ പരിഹാരമാണ് എന്നതാണ് സഭ നമ്മളോട് പറയുക. അതുകൊണ്ട് യാമപ്രാർത്ഥനകളുടെ ആവശ്യകത വളരെ വലുതാണ്. സഭാപിതാക്കന്മാർ പലരും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് വേണ്ടി സ്വർഗത്തിൽ പണിയുന്ന ഭവനത്തിന് എത്ര കട്ടകൾ വേണം, അതിനെന്ത് വലിപ്പം വേണം എന്ന് നിശ്ചയിക്കുന്നത് ദൈവമല്ല, ഞാൻ തന്നെയാണ്. ഞാൻ ഓരോ ദിവസവും നടത്തുന്ന യാമ നമസ്കാരം വെച്ചാണ്. ഞാൻ ഓരോ യാമ നമസ്കാരവും നടത്തുമ്പോൾ ദൈവം ഓരോ കട്ട പിറക്കി വെച്ച് എൻ്റെ ഭവനം നിർമ്മിക്കുന്നു. ഞാനത് നടത്തുന്നില്ല എങ്കിൽ അതിൽ ഓരോ യാമങ്ങളിലും ഓരോ കട്ട കുറയും. അത് പറയുമ്പോൾ നമുക്കറിയാം അതിൻ്റെ പ്രാധാന്യം. അപ്പോൾ യാമ നമസ്കാരം നടത്തേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി സൂചിപ്പിക്കുകയാണ്. യാമപ്രാർത്ഥനകളെപ്പറ്റി മനോഹരമായി പ്രതിപാദിക്കുന്ന 2-ാം വത്തിക്കാൻ സുനോദോസിൻ്റെ സാക്രോസാന്തം കൊഞ്ചീലിയും അതിൻ്റെ 4-ാം അധ്യായത്തിലാണ്. 4-ാം അധ്യായം യാമപ്രാർത്ഥനകളെപ്പറ്റി മാത്രമാണ് പറയുക.
ആ യാമപ്രാർത്ഥനകളിൽ പറ്റി പറയുമ്പോൾ എന്തിനാണ് ഈ യാമപ്രാർത്ഥനകൾ നമ്മൾ നടത്തുക, അതിൻ്റെ ഫലം എന്താണ്, എന്താണ് സഭ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് രണ്ടാം വത്തിക്കാൻ സിനോദോസിൻ്റെ സാക്രോസാന്തും കൊഞ്ചീലിയും എന്ന കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 4-ാം അധ്യായം ഇതോടനുബന്ധിച്ച് വായിച്ച് മനസ്സിലാക്കുന്നത് വളരെ നല്ലതാണ്. സഭയുടെ ഔദ്യോഗിക പ്രാർത്ഥനയാണ് യാമപ്രാർത്ഥനകൾ. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഓരോ ദിവസത്തിൻ്റെയും സന്ധ്യയോടുകൂടിയാണ് ഒരു ലിറ്റർജിക്കൽ ഡേ, ആരാധന ദിവസം ആരംഭിക്കുന്നത്. യഹൂദ പശ്ചാത്തലത്തിൻ്റെ അടിസ്ഥാനത്തിലും അന്ത്യോക്യൻ ആരാധനാ പാരമ്പര്യത്തിൻ്റെ പശ്ചാത്തലത്തിലും നമ്മളും ഒരു ദിവസം ആരംഭിക്കുന്നത് സന്ധ്യാ പ്രാർത്ഥനയോടുകൂടിയാണ്. 7 യാമങ്ങളെപ്പറ്റി, ആ 7 യാമങ്ങളെ നമ്മുടെ കർത്താവിൻ്റെ പീഡാസഹനവുമായി ബന്ധിപ്പിച്ച് ഇപ്രകാരം പറയുന്നുണ്ട്. നമ്മുടെ ശീമോ നമസ്കാരം അതിൻ്റെ ആദ്യ ഭാഗത്തെ പേജ് 3 ഇങ്ങനെ പറയുന്നു. സന്ധ്യ എന്ന് പറയുന്നത് സഹ്യോൻ മാളികയിലെ വിശുദ്ധ കുർബാന സ്ഥാപനത്തെ സൂചിപ്പിക്കുന്നു. ഞാനിത് പറയുന്നത് നമ്മുടെ കർത്താവിൻ്റെ പീഡാസഹനത്തെ അടിസ്ഥാനമാക്കി 7 യാമങ്ങളുടെ പ്രാധാന്യം എന്താണ് എന്നാണ്. അപ്പോൾ സന്ധ്യ സഹ്യോൻ മാളികയിലെ വിശുദ്ധ കുർബാന സ്ഥാപനം, സൂത്താറ ഗത്സമേൻ തോട്ടത്തിലെ യേശുവിൻ്റെ പ്രാർത്ഥന, രാത്രി കർത്താവിനെ ബന്ധിച്ച് മഹാപുരോഹിതന്മാരായ കയ്യാഫാസിൻ്റെയും അന്നാസിൻ്റെയും ഹെറോദേസിൻ്റെയും മുമ്പിൽ കൊണ്ടുപോയിട്ട് വിസ്താരം, പ്രഭാത പ്രാർത്ഥനയെ സൂചിപ്പിക്കും പിലാത്തോസിൻ്റെ മുമ്പിലുള്ള വിസ്താരം, 3-ാം മണി കുരിശ് ചുമന്നുകൊണ്ട് ഗോൽത്തായിലേക്കുള്ള യാത്ര, 6-ാം മണി ക്രൂശാരോഹണം, 9-ാം മണി ക്രൂശ് മരണം, തൻ്റെ പ്രാണനെ പിതാവിന് ഭരമേൽപ്പിച്ചതിൻ്റെ ഓർമ്മയാണ്. അപ്പോൾ ശീമോ നമസ്കാരത്തിൽ നമ്മൾ ആദ്യ ഭാഗത്ത് ഇപ്രകാരമുള്ള ഒരു അറേഞ്ച്മെൻറ്റ് നമ്മൾ കാണുന്നുണ്ട്. ഓരോ യാമത്തെയും നമ്മുടെ കർത്താവിൻ്റെ പീഡാസഹനവുമായി ബന്ധിപ്പിച്ച് എങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നുള്ളത്. ഇനി ദിവസത്തിലെ 7 യാമങ്ങളെപ്പറ്റി 12-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പാത്രീർക്കീസ് മാർ ഇഗ്നാത്യോസ് ബർഹാവി ഇപ്രകാരം പറയുന്നുണ്ട്. അതും ശീമോ നമസ്കാരത്തിലെ ആദ്യ ഭാഗത്ത് 2-3 പേജുകളിൽ നമ്മൾ കാണുന്നുണ്ട്. സന്ധ്യ ഭൂമിയിലെ അധ്വാനത്തെയും നിലമൊരുക്കുന്നതിനെ സൂചിപ്പിക്കുന്നു. സൂത്താറ വിത്ത് വിതയ്ക്കുന്നു. രാത്രി മുളച്ചു വരുന്ന ചെടിയെ സംരക്ഷിക്കും. രാത്രി നമുക്കറിയാം 4 കൗമകളുണ്ട്. 1 കളകളിൽ നിന്ന്, 2 മുൾച്ചെടികളിൽ നിന്ന്, 3 മുള്ളുകളിൽ നിന്ന്, 4 കാരമുള്ളിൽ നിന്ന് സംരക്ഷിക്കുന്നു. പ്രഭാതം കൊയ്ത്തിനെ സൂചിപ്പിക്കുന്നു. 3-ാം മണി കറ്റകൾ ചുമന്നുകൊണ്ട് പോകുന്നു. 6-ാം മണി ധാന്യം കളപ്പുരയിൽ ശേഖരിക്കുന്നു. 9-ാം മണി ദാനധർമ്മം, ആദ്യഫലം മുതലായവയെ സൂചിപ്പിക്കുന്നു. ഇനി യാമപ്രാർത്ഥനകളുടെ വചന അടിസ്ഥാനം എന്താണ് എന്നാണ് നമ്മൾ കാണാനായിട്ട് പോവുക. ഓരോ യാമങ്ങളിലും ഈ 7 യാമങ്ങളുടെയും അതിൻ്റെ വചന അടിസ്ഥാനം. സന്ധ്യ, അതിന് റംഷോ എന്നാണ് സുറിയാനിയിൽ പറയുക. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്. സന്ധ്യയായി പ്രഭാതമായി 1-ാം ദിവസം. അപ്പോൾ ഒരു ദിവസം ആരംഭിക്കുന്ന സന്ധ്യയോടുകൂടി എന്നുള്ള ഒരു അർത്ഥത്തിൽ നമ്മൾ അതിനെ മനസ്സിലാക്കുന്നു. അങ്ങയുടെ നീതിയുക്തമായ കൽപ്പനകളെ പ്രതി ദിവസം 7 പ്രാവശ്യം ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. സങ്കീർത്തനം 119, 164. വീണ്ടും പുറപ്പാടിൻ്റെ പുസ്തകം 12-ാം അധ്യായം 6-ാം വാക്യത്തിലും സങ്കീർത്തനം 141 2-ാം വാക്യത്തിലും നമ്മളിങ്ങനെ കാണുന്നുണ്ട്. എൻ്റെ പ്രാർത്ഥന അങ്ങയുടെ സന്നിധിയിലെ ധൂപാർച്ചനയായും ഞാൻ കൈകൾ ഉയർത്തുന്നത് സായാഹ്ന ബലിയായും സ്വീകരിക്കണമേ. അപ്പോൾ സന്ധ്യ എന്ന യാമത്തെക്കുറിച്ചുള്ള വചന അടിസ്ഥാനമാണ് നമ്മൾ സൂചിപ്പിക്കുക. സൂത്താറോ എന്ന വാക്കിൻ്റെ അർത്ഥം കോട്ട കെട്ടി സംരക്ഷിക്കണമെന്നാണ്. സംരക്ഷണത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന. ശയന നമസ്കാരം എന്നൊക്കെ നമ്മൾ രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പ്, അപ്പോൾ 6 മണിക്കാണ് സന്ധ്യാ പ്രാർത്ഥന ആരംഭിക്കുന്നതെങ്കിൽ, 1-ാം യാമം ആരംഭിക്കുന്നതെങ്കിൽ, 2-ാം യാമമായ സൂത്താറോ ആരംഭിക്കുന്നത് 9 മണിക്കാണ്. അപ്പോൾ എല്ലാ യാമങ്ങളും ഏതാണ്ട് ഒരു 3 മണിക്കൂർ ഇടവിട്ടുള്ള യാമങ്ങളാണ്. അപ്പോൾ 2-ാമത്തെ യാമം സൂത്താറ, അപ്പോൾ 9 മണി സമയം. 9 മണിക്കത്തെ പ്രാർത്ഥന കഴിഞ്ഞ് നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ഉറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പുള്ള പ്രാർത്ഥന എന്നുള്ള രീതിയിൽ സംരക്ഷണത്തെ പറ്റിയാണ്. ഞാൻ ഉറങ്ങാൻ പോവുകയാണ്, എൻ്റെ കിടക്കയ്ക്ക് ചുറ്റും കോട്ട കെട്ടി സംരക്ഷിക്കണമേ എന്ന അർത്ഥത്തിലാണ് നമ്മൾ ഈ പ്രാർത്ഥനകളെ നമ്മൾ മനസ്സിലാക്കുക. രാത്രിയിൽ ദൈവത്തിൻ്റെ സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രാർത്ഥനയാണ്. സങ്കീർത്തനം 18-ാം അധ്യായം 2-ാം വാക്യത്തിൽ കാണുന്നുണ്ട്. അങ്ങാണ് എൻ്റെ രക്ഷാശിലയും കോട്ടയും വിമോചകനും എൻ്റെ ദൈവവും എനിക്ക് അഭയം തരുന്ന പാറയും എൻ്റെ പരിചയും
രക്ഷാശൃംഖവും അഭയകേന്ദ്രവും. നല്ലൊരു വചന ഭാഗമാണ്. കോട്ട കെട്ടി സംരക്ഷിക്കണമേ എന്നുള്ള അർത്ഥത്തിൽ നമ്മുടെ സുധാര പ്രാർത്ഥന നടത്തുകയാണ്. വീണ്ടും സങ്കീർത്തനം 27 അധ്യായം 1 ഭാഗത്തിൽ കാണുന്നുണ്ട്, കർത്താവിൻ്റെ ജീവിതത്തിന് കോട്ടയാണ്. ഞാൻ ആരെ പേടിക്കണം? ഞാൻ ഉറങ്ങാൻ പോകുമ്പോഴും എനിക്ക് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല, കാരണം കർത്താവ് എൻ്റെ ജീവിതത്തിന് കോട്ടയാണ്. രാത്രി പ്രാർത്ഥന. അപ്പോൾ 6 മണിക്കാണ് സന്ധ്യാപ്രാർത്ഥനയെങ്കിൽ സൂത്താറ പ്രാർത്ഥന 9 മണിക്ക്, രാത്രി പ്രാർത്ഥന അതിൻ്റെ നിയതമായ രീതിയിൽ 12 മണിക്ക് അർദ്ധരാത്രിയിൽ പ്രാർത്ഥിക്കുന്ന രീതി. ഇവിടെ അപ്പസ്തോല പ്രവർത്തനത്തിൽ നമ്മൾ 16 അധ്യായം 25 വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അർദ്ധരാത്രിയോടടുത്ത് പൗലോസും ശീലാസും കീർത്തനം പാടി ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അർദ്ധരാത്രി പ്രാർത്ഥിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി ഇവിടെ സൂചിപ്പിക്കുകയാണ്. പ്രഭാത പ്രാർത്ഥനയുടെ വചന പശ്ചാത്തലം നമുക്ക് നോക്കാം. സങ്കീർത്തനം 119, 147 നമ്മളിങ്ങനെ കാണുന്നു, അതിരാവിലെ ഞാൻ ഉണർന്ന് സഹായത്തിന് വേണ്ടി നിലവിളിക്കുന്നു. 88-ാം സങ്കീർത്തനം 13-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, കർത്താവെ ഞാൻ അങ്ങയോട് നിലവിളിച്ചപേക്ഷിക്കുന്നു, പ്രഭാതത്തിൽ എൻ്റെ പ്രാർത്ഥന അങ്ങയുടെ സന്നിധിയിലെത്തുന്നു. വീണ്ടും 5-ാം സങ്കീർത്തനം 3-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്, കർത്താവെ പ്രഭാതത്തിൽ അങ്ങ് എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നു, പ്രഭാത ബലി ഒരുക്കി ഞാൻ അങ്ങേക്കായി കാത്തിരിക്കുന്നു. അപ്പം പ്രഭാത പ്രാർത്ഥനയുടെ പ്രാധാന്യമാണ്. പ്രഭാതത്തിൽ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? പ്രഭാത പ്രാർത്ഥനയുടെ പ്രധാന പ്രമേയവും കർത്താവിൻ്റെ ഉദ്ധാനമാണ്, മരണത്തിന്മേലുള്ള കർത്താവിൻ്റെ വിജയം. അപ്പം പ്രഭാത പ്രാർത്ഥനയിൽ നമ്മൾ ആ ദിവസം മുഴുവനു വേണ്ടി ദൈവത്തിൻ്റെ കൃപയും കരുണയും നമ്മൾ യാചിക്കുകയാണ്. 3-ാം മണിയുടെ പ്രധാന പ്രമേയം പരിശുദ്ധാത്മാവിൻ്റെ ആവാസമാണ്. പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്തോടൊപ്പം തന്നെ അനുതാപ ചിന്തകളും നമ്മിൽ കൊണ്ടുവരാൻ ഉതകുന്ന പ്രാർത്ഥനകളാണ് 3-ാം മണി. അതിന് സുറിയാനി ത്ലോസ് ഷോയിൻ എന്നാണ് പറയുക. 7:30 പ്രാർത്ഥന എന്നും നമ്മളതിനെ പറയാറുണ്ട്. 3-ാം മണിയുടെ പ്രാർത്ഥന. ദിവസത്തിൻ്റെ 3-ാം മണിക്കൂറിൽ പത്രോസിൻ്റെ പ്രസംഗവും പ്രാർത്ഥനയും നമ്മൾ അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം 15-ാം വാക്യത്തിൽ കാണുന്നുണ്ട്. 6-ാം മണിയുടെ പ്രാർത്ഥന, അതിൻ്റെ പ്രധാന പ്രമേയം കർത്താവിൻ്റെ ക്രൂശാരോഹണമാണ്. അതുകൊണ്ടാണ് നമ്മൾ മദ്ബഹായുടെ മറ തുറക്കാതെ തിരികൾ കത്തിക്കാതെ ആ സമയത്ത് പ്രാർത്ഥന നടത്തുക, കർത്താവിൻ്റെ ക്രൂശാരോഹണത്തെ അനുസ്മരിച്ചുകൊണ്ട്. അതിൻ്റെ വചനഭാഗത്തിലേക്ക് നമുക്ക് പോകാൻ. ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായം 44-ാം വാക്യം നമ്മൾ കാണുന്നുണ്ട്, അപ്പോൾ ഏകദേശം 6-ാം മണിക്കൂറായിരുന്നു. 9-ാം മണിക്കൂർ വരെ ഭൂമി മുഴുവൻ അന്ധകാരം വ്യാപിച്ചു, സൂര്യൻ ഇരുണ്ടു. വീണ്ടും നമ്മൾ അപ്പസ്തോല പ്രവർത്തനം 10-ാം അധ്യായം 9-ാം വാക്യത്തിൽ കാണുന്നുണ്ട്, പത്രോസ് പ്രാർത്ഥിക്കുവാൻ മട്ടുപ്പാവിലേക്ക് പോവുകയായിരുന്നു, ഏകദേശം 6-ാം മണിക്കൂറായിരുന്നു. അപ്പോൾ 6-ാം മണിക്കൂറിലുള്ള പ്രാർത്ഥനയുടെ പ്രസക്തി അതേ സംബന്ധിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്ന ഭാഗങ്ങളാണ് നമ്മൾ കണ്ടത്. 9-ാം മണി ഇതിൻ്റെ പ്രധാന പ്രമേയം യേശുവിൻ്റെ മരണമാണ്. വാങ്ങിപ്പോയവരെയൊക്കെ നമ്മൾ പ്രത്യേകം അനുസ്മരിക്കുന്ന സമയം കൂടിയാണ്. അപ്പസ്തോല പ്രവർത്തനം 10-ാം അധ്യായം 3-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, 9-ാം മണിക്കൂറിൽ കൊർണേലിയോസ് എന്ന് വിളിച്ചുകൊണ്ട് ഒരു ദൈവദൂതൻ ആഗതനാകുന്നത് ഒരു ദർശനത്തിൽ അവൻ വ്യക്തമായി കണ്ടു. അപ്പം ഈ 7 യാമങ്ങളും നമ്മൾ ഒരു ദിവസം പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ വചന അടിസ്ഥാനത്തെ പറ്റിയാണ് നമ്മൾ പ്രത്യേകമായും ഇപ്പോൾ മനസ്സിലാക്കിയത്. ഇനി യാമപ്രാർത്ഥനകളുടെ ഉത്ഭവവും വളർച്ചയും, ഒറിജിൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ദ ലിറ്റർജി ഓഫ് അവേഴ്സ്, നമ്മളതേപ്പറ്റിയാണ് ഇനി കാണാനായിട്ട് പോവുക. നമുക്കറിയാം, യാമപ്രാർത്ഥനകളുടെ നിയതമായ തുടക്കം 4-ാം നൂറ്റാണ്ടിൽ ആശ്രമങ്ങളുടെ ആരംഭത്തോടു കൂടിയാണ്. 4-ാം നൂറ്റാണ്ടിൽ ആദ്യത്തെ 3 നൂറ്റാണ്ടുകളുടെ പ്രത്യേകത നമുക്കറിയാം, മതപീഡന കാലമായിരുന്നു. ആർക്കും പൊതുവിൽ പ്രാർത്ഥിക്കാനോ വിശ്വാസം ഏറ്റുപറയുവാനോ ഒന്നിച്ചു കൂടുവാനോ ഒന്നും സൗകര്യമില്ലാതിരുന്ന ഒരു മതപീഡന കാലം. AD 313 ഈഡിക്റ്റ് ഓഫ് മിലാനിന് ശേഷമാണ് മതസ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയും അപ്പോൾ 4-ാം നൂറ്റാണ്ടോടുകൂടി ആശ്രമങ്ങൾ ആരംഭിക്കുന്നത്. ആശ്രമങ്ങളുടെ ആരംഭത്തോടു കൂടിയാണ് ഈ യാമപ്രാർത്ഥനകളുടെ നിയതമായ തുടക്കം നമ്മൾ കാണുക. 4-ാം നൂറ്റാണ്ടോടുകൂടി വന്ന സഭാപിതാക്കന്മാരായ പക്കോമിയോസ്, അപ്രേം, ബാലായി, അഫ്രാത്തസ്, ബസേലിയോസ്, ഗ്രിഗോറിയോസ് തുടങ്ങിയവരാണ് ഈ പ്രാർത്ഥനകളും ഗീതങ്ങളും ഒക്കെ തയ്യാറാക്കി യാമപ്രാർത്ഥനകൾക്ക് ഉപയോഗിച്ചത്. പിൽക്കാലത്ത് യാമപ്രാർത്ഥനകൾ സഭയുടെ ഔദ്യോഗിക പ്രാർത്ഥനകളായി സ്വീകരിച്ചു. ആദ്യകാലത്ത് യാമപ്രാർത്ഥനകൾ ചില പ്രത്യേക ദിവസങ്ങളിലും ചില പ്രത്യേക യാമങ്ങളിലുമായി രൂപപ്പെട്ടത് കുടുംബങ്ങളിലും
പിന്നീട് ഉപയോഗപ്പെടുത്തിയിരുന്നു എന്നതാണ് ചരിത്രം. പിൽക്കാലത്ത് ക്രൈസ്തവ ലോകത്ത് വിവിധ യാമങ്ങളിലായി പ്രാർത്ഥിക്കുന്ന രീതി നിലവിൽ വന്നു. യഹൂദ പാരമ്പര്യത്തിൻ്റെയും വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെയും പശ്ചാത്തലത്തിൽ പ്രത്യേക സമയങ്ങളിലായി യാമപ്രാർത്ഥന നടത്തുന്ന പതിവ് കൃത്യമായി ആരംഭിച്ചു. അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ നമ്മൾ മുമ്പ് കണ്ടതുപോലെ തന്നെ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ ഒന്നിച്ചുകൂടി 3-ാം മണിക്കൂറിലും 6-ാം മണിക്കൂറിലും 9-ാം മണിക്കൂറിലുമൊക്കെ വിവിധ യാമങ്ങളിൽ പ്രാർത്ഥിക്കാൻ പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇപ്രകാരം വിവിധ സമയങ്ങളിലെ അപ്പസ്തോലന്മാരുടെയും ക്രിസ്തു ശിഷ്യരുടെയും പ്രാർത്ഥനാ പാരമ്പര്യത്തിൽ നിന്നുള്ള സ്വാധീനത്താൽ 4-ാം നൂറ്റാണ്ട് മുതൽ ആരംഭിച്ച ആശ്രമങ്ങളിൽ സന്യാസികൾ വിവിധ യാമങ്ങളിൽ പ്രാർത്ഥിക്കുന്ന രീതി നിലവിൽ വരികയും സഭ അത് അംഗീകരിച്ച് ആരാധനക്രമത്തിൻ്റെ ഭാഗമാക്കുകയും ചെയ്തു. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച മേദിയാത്തോർ ദേയി അതിൻ്റെ 148, 149 നമ്പറിൽ നമ്മൾ ഇപ്രകാരം മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി യാമപ്രാർത്ഥനയുടെ ഘടന എന്താണ് എന്നാണ് നമ്മൾ കാണാനായിട്ട് പോവുക. യാമപ്രാർത്ഥനയ്ക്കൊരു ഘടനയുണ്ട്. ഒരു ഔദ്യോഗികമായ സോളം ആയിട്ടുള്ള ഒരു യാമപ്രാർത്ഥന, അതിൻ്റെ ഘടന എന്തൊക്കെയാണ്, അതിലെന്തെല്ലാമാണ് വരുന്നത് എന്നാണ് നമ്മൾ കാണാനായിട്ട് പോവുക. യാമപ്രാർത്ഥന ആരംഭിക്കുന്നത് നമുക്കറിയാം കൗമയോടുകൂടിയാണ്. കൗമ ത്രൈശുദ്ധ കീർത്തനം, ദൈവമേ നീ പരിശുദ്ധനാകുന്നു എന്ന് പറഞ്ഞുള്ള ത്രൈശുദ്ധ കീർത്തനം നമുക്കറിയാതെ യെശയ്യായുടെ പുസ്തകം 6-ാം അധ്യായം 3-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. സ്വർഗവും ഭൂമിയും പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് ഉദ്ഘോഷിക്കുന്ന കീർത്തനവും ശ്രോപ്പയന്മാരുടെ കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ ഉന്നതങ്ങളിൽ ഓശാന എന്ന മത്തായി സുവിശേഷം 21-ാം അധ്യായം 9-ാം വാക്യത്തിൽ കാണുന്ന കീർത്തനവും സൂചിപ്പിക്കുന്നത് ആരാധന സ്വർഗീയവും ഭൗമികവുമായ ഒന്നാണ് എന്നാണ്. കൗമ പ്രാർത്ഥനയിലെ കർത്തൃപ്രാർത്ഥന, സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന നമ്മൾ കൗമ പ്രാർത്ഥനയിൽ ചൊല്ലാറുണ്ട്. അത് കർത്താവ് പഠിപ്പിച്ച ആ പ്രാർത്ഥനയിൽ നമ്മുടെ ജീവിതത്തിലെ ആത്മീയ ആവശ്യങ്ങളും ഭൗതിക ആവശ്യങ്ങളും ഉൾക്കൊള്ളുന്ന പ്രാർത്ഥനയാണ്. കർത്തൃപ്രാർത്ഥനയിലെ അതിൻ്റെ അവസാന ഭാഗമായ എന്തുകൊണ്ടെന്നാൽ എന്നത് യഹൂദന്മാർ അവരുടെ പ്രാർത്ഥനകളുടെ അവസാനത്തിൽ ഉപയോഗിച്ചിരുന്നതിനെയാണ് സൂചിപ്പിക്കുക. കൃപ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന യഥാർത്ഥത്തിൽ കൗമയുടെ ഭാഗമല്ലെങ്കിലും കൗമയോട് ചേർത്ത് പ്രാർത്ഥിക്കുന്ന പുരാതന പാരമ്പര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഹാശ ആഴ്ചയിൽ നമ്മൾ കൃപ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന കൗമയോട് ചേർത്ത് ചൊല്ലാറുമില്ല. കൃപ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയോട് നമ്മൾ ആരംഭിക്കുന്ന ആ പ്രാർത്ഥന ഗബ്രിയേൽ മാലാഖ മറിയത്തോട് പറഞ്ഞതിനെയാണ് ഓർമ്മിപ്പിക്കുക. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 28-ാം വാക്യത്തിൽ കൃപ നിറഞ്ഞ മറിയമേ എന്ന് കർത്താവ് നിന്നോടുകൂടെ എന്ന് പറയുന്ന വചനം നമ്മൾ കാണുന്നുണ്ട്. നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാകുന്നു, നിൻ്റെ ഉദരഫലം അനുഗ്രഹീതം എന്ന് എലിസബത്ത് മറിയത്തോട് പറഞ്ഞത് അത് ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 42-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ കൃപ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയുടെ പൊരുൾ നമ്മൾ ഇവിടെ ഈ വേദവാക്യങ്ങളിലൂടെ നമ്മൾ കാണുകയാണ്. കൗമ പ്രാർത്ഥനയ്ക്ക് ശേഷം യാമപ്രാർത്ഥനയും പിന്നീട് നമ്മൾ കാണുന്ന പ്രാരംഭ പ്രാർത്ഥനയാണ്. അതാത് ദിവസത്തെ ചിന്തയും അതാത് ദിവസത്തിൻ്റെ പ്രത്യേക ശുശ്രൂഷകളുടെ അല്ലെങ്കിൽ തിരുനാളിൻ്റെ കൂദാശയുടെ പ്രമേയവുമാണ് പ്രാരംഭ പ്രാർത്ഥനയിൽ പ്രത്യേകമായും ഉൾപ്പെടുത്തിയിരിക്കുക. പിന്നീട് 51-ാം സങ്കീർത്തനം നമ്മൾ കാണുന്നുണ്ട്. തുടർന്ന് എനിയോനോ, വീണ്ടും സങ്കീർത്തനങ്ങൾ കാണുന്നുണ്ട്. സങ്കീർത്തനങ്ങൾ നമുക്കറിയാം യഹൂദന്മാർ അവരുടെ ആരാധനയുടെ ഭാഗമായി ധാരാളം ഉപയോഗിച്ചിരുന്നു സങ്കീർത്തനങ്ങൾ. യേശു അപ്പസ്തോലന്മാരും ഒക്കെ അത് സങ്കീർത്തനങ്ങൾ ഉപയോഗിച്ചിരുന്നു. സങ്കീർത്തനങ്ങൾ വ്യത്യസ്തമായ സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് ഉപയോഗിക്കുക. സങ്കീർത്തനങ്ങളെല്ലാം നമ്മൾ പരിശോധിക്കുമ്പോൾ ഓരോ കോണ്ടെക്സ്റ്റിൽ ഉപയോഗിക്കുന്ന സങ്കീർത്തനങ്ങളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് സന്തോഷത്തിൻ്റെ ആകാം, കൃതജ്ഞതയുടെ ആകാം, ആനന്ദത്തിൻ്റെ ആകാം, ദുഃഖത്തിൻ്റെ ആകാം. അങ്ങനെ വ്യത്യസ്തങ്ങളായ കോണ്ടെക്സ്റ്റിൽ ഉപയോഗിക്കുന്ന പ്രാർത്ഥനയിൽ ഉപയോഗിക്കുന്ന സങ്കീർത്തനങ്ങൾ നമ്മുടെ യാമപ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തുടർന്ന് എക്ബോ, സുറിയാനി സംഗീതത്തിലെ മറ്റൊരു കീർത്തനമാണ് എക്ബോ, ചരണം. എക്ബോയിൽ സാധാരണ തുടർന്ന് വരാൻ പോകുന്ന കോലോയുടെ ഒരു സംക്ഷിപ്ത രൂപമാണ് ഉൾപ്പെടുത്തിയിരിക്കുക. പിന്നീട് എക്ബോയ്ക്ക് ശേഷം പ്രുമിയോൻ സദറ. പ്രുമിയോൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രാരംഭത്തിൽ അതിൻ്റെ പ്രമേയം അവതരിപ്പിച്ചിരിക്കുന്ന പ്രാർത്ഥനയാണ് പ്രുമിയോൻ. പ്രുമിയോന് ശേഷം സദറ. അപ്പോൾ പ്രുമിയോനും സദറായും ആ ദിവസത്തിൻ്റെയോ തിരുനാളിൻ്റെയോ കൂദാശയുടെ അർത്ഥവും
ദൈവശാസ്ത്രവും വെളിവാക്കുന്ന നിരനിരയായ പ്രാർത്ഥനകൾ. നമുക്ക് രസദ്ര പ്രാർത്ഥന വളരെ ദൈർഘ്യമേറിയ പ്രാർത്ഥനകളാണ്. അതിൽ ഏത് തിരുനാളിൻ്റെയാണോ കൂദാശയുടേതാണോ ഏത് ദിവസത്തിൻ്റേതാണോ അതുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനകളാണ് നിരനിരയായി ഉൾപ്പെടുത്തിയിരിക്കുക. അപ്പം പ്രിമിയോൻ സദ്രായ്ക്ക് ശേഷം ഒന്നാം കോലോ, 2 കോലോ ഉണ്ട്. ഒന്നാമത്തെ കോലോ നമ്മൾ ആദ്യം ആരംഭിക്കും. കോലോ ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മുടെ മിക്കവാറും എല്ലാ കോലോകളുടെയും മുമ്പിൽ ഒരു വരി, ചെറിയ ഒറ്റ വരി നമ്മൾ കാണാറുണ്ട്. അതിന് പെദ്ഗോമോ എന്നാണ് പറയുക. അത് സങ്കീർത്തന വചനം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ്. കോലോയുടെ ഒരു പ്രത്യേകത ഒരേ ട്യൂണിലുള്ള നിരവധി പാദങ്ങളടങ്ങിയ ഒരു സുറിയാനി കീർത്തനമാണ് കോലോ. കോലോകളൊക്കെ വിവിധ രാഗങ്ങളിൽ പാടുവാനായിട്ടുള്ള ക്രമീകരണം നമ്മുടെ സുറിയാനി സംഗീതത്തിലുണ്ട്. ഒന്നാമത്തെ കോലോ അവസാനിപ്പിക്കുന്നത് നമ്മൾ മുറിയോറാഹയും ചേർത്ത് വെച്ചാണ്. ആ മുറിയോറാഹയും അവിടെ ചേർത്ത് വെച്ചിരിക്കുന്നത് അത് ഒന്നാം കോലോയ്ക്കേ ഉള്ളൂ, രണ്ടാം കോലോയ്ക്കില്ല. ഒന്നാം കോലോ കഴിഞ്ഞിട്ട് മുറിയോറാഹയും എന്നത് ചേർത്ത് വെച്ചിരിക്കുന്നത് തുടർന്ന് വരുന്നത് എത്രോ പ്രാർത്ഥന ആയതുകൊണ്ടാണ്. അപ്പോൾ അത് നീട്ടി ചൊല്ലുമ്പോൾ പിന്നീട് നമ്മൾ ആരംഭിക്കുന്ന എത്രോയാണ്. ധൂപമണച്ചുള്ള പ്രാർത്ഥനയ്ക്കാണ് എത്രോ പ്രാർത്ഥന എന്ന് പറയുക. എത്രോ പ്രാർത്ഥനയ്ക്ക് ശേഷം വീണ്ടും രണ്ടാം കോലോ അതിലേക്ക് നമ്മൾ പ്രവേശിക്കും. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരേ ട്യൂണിലുള്ള വിവിധ പാദങ്ങൾ അടങ്ങിയ ഒരു സുറിയാനി കീർത്തനം. അവിടെ സൃഷ്ടാവായ ദൈവത്തെപ്പറ്റി, രക്ഷകനായ പുത്രനെപ്പറ്റി, ദൈവമാതാവിനെപ്പറ്റി, വിശുദ്ധന്മാരെപ്പറ്റി, പ്രത്യേക വിശുദ്ധനെപ്പറ്റി, അനുതാപത്തെപ്പറ്റി, പശ്ചാത്താപത്തെപ്പറ്റി, വാങ്ങിപ്പോയവരെപ്പറ്റി, അങ്ങനെ ഓരോരോ പാദങ്ങൾ എല്ലാം ഒരേ ട്യൂണിലുള്ള വിവിധ പാദങ്ങൾ. അതാണ് കോലോയിലെ പ്രധാന പ്രമേയങ്ങൾ. രണ്ടാം കോലോയ്ക്ക് ശേഷമാണ് ഹൂലോലോ. ഹൂലോലോ എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ ചാൻറ്റാണ്, ഹല്ലേലൂയ ഗീതം. തുടർന്ന് വരുന്നത് സുവിശേഷ വായനയായതുകൊണ്ട് സുവിശേഷ വായനയ്ക്ക് മുമ്പുള്ള ഹല്ലേലൂയ ഗീതമാണ്. അത് പെദ്ഗോമമാണ്, സങ്കീർത്തന വചനങ്ങൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ് ഹൂലോലോ ഗീതം. ഹൂലോലോയ്ക്ക് ശേഷം സൂചിപ്പിച്ചതുപോലെ തന്നെ സുവിശേഷ വായന. എല്ലാ യാമങ്ങളിലും ഈ പറഞ്ഞ പോലെ തന്നെ ഔദ്യോഗികമായ സോളമായിട്ടുള്ള യാമപ്രാർത്ഥനകളിൽ സുവിശേഷ വായന ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സുവിശേഷ വായനയ്ക്ക് ശേഷം വിശ്വാസ പ്രമാണം. നമുക്കറിയാം കൗമായും വിശ്വാസ പ്രമാണവും ആരാധനയുടെ പ്രധാന തൂണുകളാണ്. സാധാരണഗതിയിൽ ഓരോ യാമപ്രാർത്ഥന ആരംഭിക്കുന്നത് കൗമാ പ്രാർത്ഥനയോടുകൂടിയും ഓരോ യാമപ്രാർത്ഥന അവസാനിപ്പിക്കുന്നത് വിശ്വാസ പ്രമാണം ചൊല്ലിയുമാണ്. അപ്പോൾ എല്ലാ തിരുക്കർമ്മങ്ങളിലും കൂദാശ അനുഷ്ഠാനങ്ങളിലും വിശ്വാസ പ്രമാണം നമ്മൾ ചൊല്ലുന്നുണ്ട്. നമുക്കറിയാം ഒരാൾ മരണപ്പെടുമ്പോഴും വിശ്വാസ പ്രമാണം ചൊല്ലിയാണ്, അല്ലെങ്കിൽ ആൾക്ക് ചൊല്ലാൻ വയ്യായെങ്കിൽ ആ വിശ്വാസ പ്രമാണം മറ്റുള്ളവർ ചൊല്ലി കേട്ടാണ് മരിക്കുന്ന സമയത്ത് ചെയ്യേണ്ടത്. കാരണം ഒരു ക്രൈസ്തവൻ്റെ ജീവിതം, അവൻ്റെ ഔദ്യോഗികമായ വിശ്വാസ ജീവിതം മാമോദീസായിലാണ് ആരംഭിച്ചതെങ്കിൽ മാമോദീസായിൽ വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് അവൻ്റെ ഔദ്യോഗിക വിശ്വാസ ജീവിതം അവൻ ആരംഭിച്ചതെങ്കിൽ അവൻ്റെ ഔദ്യോഗിക ഈ ഇഹലോക ജീവിതത്തിലെ അവസാനം കുറിക്കേണ്ടതും വിശ്വാസ പ്രമാണം ചൊല്ലിയാണ്. വിശ്വാസ ജീവിതം ആരംഭിച്ചത് വിശ്വാസ പ്രമാണം ചൊല്ലിയാണെങ്കിൽ ആ വിശ്വാസ ജീവിതം ഈ ഭൂമിയിൽ നിന്ന് അവസാനിപ്പിക്കുമ്പോഴും വിശ്വാസ പ്രമാണം ചൊല്ലിയോ, അല്ലെങ്കിൽ ആൾക്ക് മരണപ്പെടുമ്പോൾ ചൊല്ലാൻ സാധ്യമല്ലെങ്കിൽ അത് മറ്റുള്ളവർ അടുത്ത് നിന്ന് ചൊല്ലി കേട്ടോ ആണ് ഈ ലോക ജീവിതം, വിശ്വാസ ജീവിതം അവസാനിപ്പിക്കുന്നത്. അതുകൊണ്ട് വിശ്വാസ പ്രമാണത്തിന് വലിയ പ്രത്യേകതയുണ്ട്. പലപ്പോഴും നമ്മളൊക്കെ ആരെങ്കിലും മരണപ്പെടുന്ന അവസരത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് പലപ്പോഴും നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ ആകപ്പാടെ പാനിക്കാവും, നമ്മൾ പല കാര്യങ്ങളിലേക്ക് വെള്ളം വെച്ച് ഓടിപ്പോകും. പക്ഷേ ആ മരിക്കപ്പെടുന്ന വ്യക്തിയുടെ അടുത്ത് നിന്ന് അദ്ദേഹത്തിന് കേൾക്കത്തക്കവണ്ണം ഉറക്കെ വിശ്വാസ പ്രമാണം ചൊല്ലണം. അതാണ് നമ്മുടെ സഭയുടെ പാരമ്പര്യം. അത് കേട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം അവസാനിപ്പിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് മാമോദീസായിലൂടെ ഔദ്യോഗിക വിശ്വാസ ജീവിതം ആരംഭിക്കുന്നതെങ്കിൽ ഈ ജീവിതത്തിന് അവസാനം ഇടുന്നതും വിശ്വാസ പ്രമാണം ചൊല്ലിയോ അത് കേട്ടോ വേണം എന്നുള്ളതാണ് സഭയുടെ പ്രബോധനം. അപ്പോൾ വിശ്വാസ പ്രമാണത്തിന് ശേഷം കുക്ലിയോൻ, സങ്കീർത്തന വചനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ചെറിയ പെദ്ഗോമോ, സുറിയാനി സംഗീതത്തിൻ്റെ സുറിയാനി കീർത്തനങ്ങളിലെ മനോഹരമായ ഒന്നാണ് കുക്ലിയോൻ. അപ്പോൾ കുക്ലിയോൻ എന്ന് പറഞ്ഞാൽ ഒരു സർക്കിൾ എന്നാണ്, ഒരു വൃത്തം. ആ വൃത്തത്തിൽ സുറിയാനി സംഗീതത്തിലെ തന്നെ 4 കീർത്തനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
4 കീർത്തനങ്ങൾ ഉൾപ്പെടുന്ന ഒരു സർക്കിൾ, ഒരു വൃത്തമാണ് കുക്കിലിയോൻ. ആ 4 കീർത്തനങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് പെദ്ഗോമോയിലാണ് ആരംഭിക്കുക. കുക്കിലിയോ ഇപ്പം നമുക്ക് പരിചയമായുള്ള 5 കുക്കിലിയോണുള്ളൂ. ഉദാഹരണത്തിന് വിശുദ്ധ ദൈവമാതാവിൻ്റെ കുക്കിലിയോൻ, നിന്നാൾ സ്തുതിയോടു രാജമകൾ എന്ന് തുടങ്ങുന്നത് അതാണ് പെദ്ഗോമോ. അത് സങ്കീർത്തന വചനം കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ളതാണ് എല്ലാ പെദ്ഗോമോയും. പെദ്ഗോമോയ്ക്ക് ശേഷം എക്ബോ, ഭക്തർ പുകഴ്ച ഭാജനമേ എന്നതാണ് നമ്മൾ ഈ കുക്കിലിയോനിൽ എക്ബോ ആയിട്ട് ചൊല്ലുക. പിന്നീട് ഒരു കോലോ, 3-ാമത്തെ കീർത്തനമാണ് കോലോ, മന്നമകൾക്കായി ശ്ലോമോ എന്ന് തുടങ്ങുന്ന കോലോ. അവസാനം ബോവുസോ, ഞങ്ങൾക്കായി പ്രാർത്ഥിപ്പാൻ എന്ന് നമ്മൾ ചൊല്ലുന്ന, അല്ലെ മൊറാനിശോ ഗുരുശുന്നിൻ എന്ന് ചൊല്ലുന്ന ബോവുസോ. അപ്പോൾ ഒരു കുക്കിലിയോൻ എന്ന് പറഞ്ഞാൽ 4 സുറിയാനി കീർത്തനങ്ങൾ ചേർന്നുള്ള ഒരു സർക്കിളാണ്, ഒരു വൃത്തമാണ്. അതിൽ പെദ്ഗോമോ ഉണ്ട്, ഒരു എഗ്ബോ ഉണ്ട്, ഒരു കോലോ ഉണ്ട്, ഒരു ബോവുസോ ഉണ്ട്. ഇത്രയും ചേർന്നതാണ് ഒരു കുക്കിലിയോൻ എന്ന് പറയുക. നമ്മുടെ ആരാധനയിൽ നമുക്ക് 5 കുക്കിലിയോനാണ് പ്രധാനമായിട്ടും ഉള്ളത്. 1-ാമത്തേത് പരിശുദ്ധ ദൈവമാതാവ്, നിന്നാൾ സ്തുതിയുടെ രാജമകൾ എന്നാരംഭിക്കുന്ന പെദ്ഗോമോ, അതാണ് വിശുദ്ധ ദൈവമാതാവിൻ്റെ കുക്കിലിയോൻ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, എല്ലാ പെദ്ഗോമോയും സങ്കീർത്തന വചനങ്ങൾ കൊണ്ട് നിർമ്മിതമാണ്. സങ്കീർത്തന വചനമാണ് അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുക. അപ്പോൾ നിന്നാൾ സ്തുതിയുടെ രാജമകൾ എന്ന കുക്കിലിയോൻ, അതിൻ്റെ പെദ്ഗോമോ 45-ാം സങ്കീർത്തനം 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. 2-ാമത്തെ കുക്കിലിയോൻ നീതിമാൻ പന പോലെ തളിർത്തിടുമേ, സങ്കീർത്തനം 92, 12, 14 വാക്യങ്ങളാണ്. 3-ാമത്തെ കുക്കിലിയോൻ വാങ്ങിപ്പോയ ആചാര്യന്മാരെ കുറിച്ചാണ്. ചാർത്തും നീതിയെ നിന്നാചാര്യന്മാരും എന്ന് തുടങ്ങുന്ന പെദ്ഗോമോയോട് കൂടിയുള്ള കുക്കിലിയോൻ. അത് സങ്കീർത്തനം 132-ാം സങ്കീർത്തനം 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. 4-ാമത്തെ കുക്കിലിയോൻ വാങ്ങിപ്പോയ വിശ്വാസികളെ അനുസ്മരിച്ചുകൊണ്ട് നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥനയാണ്, മക്കളിലപ്പൻ കൃപ ചെയ്തതുപോലെ എന്ന പെദ്ഗോമോ. അത് 103-ാം സങ്കീർത്തനം 13, 15 വാക്യങ്ങളാണ്. 5-ാമത്തെ കുക്കിലിയോൻ നിന്നാൽ വൈരിയെ വീഴ്ത്തിയിടും ഞങ്ങൾ എന്ന് തുടങ്ങുന്ന പെദ്ഗോമോ. അത് 44-ാം സങ്കീർത്തനം 5, 7 വാക്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ആ പെദ്ഗോമോ, ആ കുക്കിലിയോൻ ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാ കുക്കിലിയോനും, ഈ 5 കുക്കിലിയോൻ നമുക്ക് വളരെ പരിചിതമായ കുക്കിലിയോനാണ്. എല്ലാ കുക്കിലിയോനിലും 4 സുറിയാനി കീർത്തനങ്ങളുണ്ട്, പെദ്ഗോമോ, എഗ്ബോ, കോലോ, ബോവുസു. ആ പെദ്ഗോമോ എന്ന് പറയുന്നത് സങ്കീർത്തന വചനങ്ങൾ കൊണ്ട് നിർമ്മിതമാണ്. അപ്പോൾ കുക്കിലിയോന് ശേഷം ബോവുസോ പ്രാർത്ഥനയാണ് നമുക്കുള്ളത്. നമ്മുടെ ആരാധനക്രമത്തിൽ നിരവധി ബോവുസോകളുണ്ട്. പ്രത്യേകിച്ചും മാർ ബാലായിയുടേത്, മാർ അപ്രൈമിൻ്റേത്, മാർ യാക്കോബ് തുടങ്ങിയ പിതാക്കന്മാരുടെ ബോവുസോ ധാരാളം നമ്മുടെ ആരാധനക്രമത്തിൽ എല്ലാ യാമപ്രാർത്ഥനകളിലും അതുപോലെ തന്നെ നമ്മുടെ മറ്റ് തിരുനാളുകളിലും കുദാശകളിലും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആരാധനക്രമത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ബോവുസകൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മാർ അപ്രൈമിൻ്റെയും മാർ ബാലായിയുടെയും മാർ യാക്കോബിൻ്റെയും ഒക്കെ ബോവുസകൾ നമുക്ക് വളരെ പരിചിതമായ ബോവുസകളാണ്. ഞാനും ഇതിന് തൊട്ടു മുമ്പുള്ള ഒരു എപ്പിസോഡിൽ ഇതേപ്പറ്റി സൂചിപ്പിച്ചിരുന്നു. വിവിധ മീറ്ററുകളിലുള്ള സുറിയാനി സംഗീതം, നമുക്ക് വളരെ പരിചിതമായ പല സുറിയാനി കീർത്തനങ്ങളുമൊക്കെ വിവിധ അളവുകളിൽ നിർമ്മിച്ചിട്ടുള്ളവയാണ്. നേരത്തെ ഉള്ള എപ്പിസോഡ് ഞാൻ അതേപ്പറ്റി സൂചിപ്പിച്ചിരുന്നു. തെത്രാസിലബിക്ക്, പെൻറ്റാസിലബിക്ക്, ഹെപ്താസിലബിക്ക്, ദോദക്കാസിലബിക്ക് ആയിട്ടുള്ള കീർത്തനങ്ങൾ. പ്രത്യേകിച്ചും നമ്മുടെ ബാലായിയുടെ ബോവുസോ, കരുണ നിറഞ്ഞവനെ, നമുക്ക് വളരെ പരിചിതമുള്ള ഒരു ബോവുസോയാണ്. അത് പെൻറ്റാസിലബിക്കിലാണ്. അതുപോലെ തന്നെ മാർ അപ്രൈമിൻ്റെ ബോവുസ, കർത്താവെ കൃപ ചെയ്യണമേ എന്നുള്ളത് ഹെപ്താസിലബിക്കാണ്, 7 സിലബിൾ. ബാലായുടെ 5 സിലബിൾ ചേരുന്ന ബോവുസയാണെങ്കിൽ മാർ അപ്രൈമിൻ്റേത് 7 സിലബിൾ കൂടുന്ന, അതുകൊണ്ടാണ് നമ്മൾ ഹെപ്താസിലബിക്ക് എന്ന് പറയുക. മാർ യാക്കോബിൻ്റെ ബോവുസ എല്ലാം വളരെ ദൈർഘ്യമുള്ള വരികളാണ്. അത് ദോദക്കാസിലബിക്ക് എന്നാണ് പറയുക. 12 സിലബിൾ, 12 സ്വരാക്ഷരങ്ങൾ ഒരു ലൈനിൽ വരുന്ന കീർത്തനത്തെയാണ് നമ്മൾ ദോദക്കാസിലബിക്ക് എന്ന് പറയുക. അപ്പോൾ അങ്ങനെ പരിചയമുള്ള ധാരാളം ബോവുസകൾ നമ്മുടെ ആരാധനക്രമത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ബോവുസോയ്ക്ക് ശേഷം നമ്മുടെ യാമപ്രാർത്ഥനയുടെ അവസാന ഭാഗം ഹൂത്തോമോ ആണ്. ഹൂത്തോമോ എന്ന് പറഞ്ഞാൽ ഉപസംഹാരം, യാമപ്രാർത്ഥനകൾ കൺക്ലൂഡ് ചെയ്യുന്ന, അത് ഗീതമാകാം, പ്രാർത്ഥനയാകാം. തുടർന്ന് സമാപന ആശീർവാദം. അതോടുകൂടിയാണ് നമ്മുടെ യാമപ്രാർത്ഥനകൾ അവസാനിപ്പിക്കുക.
ഞാൻ ഈ യാമപ്രാർത്ഥനകളുടെ ഘടനയെപ്പറ്റി പറയുമ്പോഴും ഒരു കാര്യം പ്രത്യേകം ഓർപ്പിക്കുകയാണ്. ആഘോഷമായ യാമപ്രാർത്ഥനകളിൽ, അത് ഉദാഹരണം സന്ധ്യാപ്രാർത്ഥന, പ്രഭാത പ്രാർത്ഥന, തിരുനാൾ നമസ്കാരങ്ങൾ എന്നിവയിലാണ് ഈ മേൽപ്പറഞ്ഞ ഘടന പൂർണ്ണമായ രീതിയിൽ നമ്മൾ കാണുന്നത്. മറ്റുള്ള ചെറിയ യാമപ്രാർത്ഥനകളിൽ ഈ ഘടകങ്ങളെല്ലാം ഉണ്ടാകണമെന്നില്ല. യാമപ്രാർത്ഥനകളിലാണ് സഭയുടെ സത്യവിശ്വാസവും ദൈവശാസ്ത്രവും സഭാപിതാക്കന്മാരുടെ പ്രബോധനങ്ങളും ഒക്കെ നാം വ്യക്തമായി മനസ്സിലാക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനകളും ഗീതങ്ങളും ഒക്കെ എടുത്ത് നോക്കിയാൽ നമുക്കറിയാം, സഭയുടെ ഔദ്യോഗിക പ്രബോധനങ്ങൾ, സഭാപിതാക്കന്മാരുടെ ജ്ഞാനാത്മക ചിന്തകൾ, ദൈവശാസ്ത്ര ചിന്തകൾ ഒക്കെ നമുക്ക് പ്രാർത്ഥനകളിലും ഗീതങ്ങളിലും ഒക്കെ കണ്ടെത്താനായിട്ട് സാധിക്കും. നമുക്കറിയാം, നമ്മുടെ യാമപ്രാർത്ഥനകളിൽ ധാരാളം കീർത്തനങ്ങളാണ് ഉപയോഗിക്കുക. പ്രോസിനേക്കാൾ കൂടുതലായി ഹിംസ് ആണ് നമ്മൾ ഉപയോഗിക്കുക, ഗീതങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്കറിയാം അതിൻ്റെ ഒരു പശ്ചാത്തലം, ആദ്യ നൂറ്റാണ്ടുകളിലൊക്കെ പല പാഷണ്ഡതകളും പ്രചരിപ്പിക്കപ്പെട്ടത് ഗീതങ്ങളിലൂടെയാണ്. പാഷണ്ഡത ഉണ്ടാക്കിയവരൊക്കെ ഗീതങ്ങളിലാണ്. കാരണം മനുഷ്യരെ സ്വാധീനിക്കാൻ, അട്രാക്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു വലിയ മീഡിയം, ഒരു വലിയ മാർഗമായിട്ട് കണ്ടിരുന്നത് കീർത്തനങ്ങളെയാണ്, ഗീതങ്ങളെയാണ്. അതുകൊണ്ട് പാഷണ്ഡതകളൊക്കെ കീർത്തനങ്ങളിൽ രൂപപ്പെട്ടപ്പോൾ ആ പാഷണ്ഡതകളെ നേരിടുവാനായിട്ട്, അതിനെതിരെ പ്രത്യാക്രമണം നടത്തുവാനായിട്ട് സഭാപിതാക്കന്മാർ സ്വീകരിച്ച മാർഗവും ഗീതങ്ങൾ തന്നെയാണ്. ഉദാഹരണം പെട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പാടുന്ന ഒരു കീർത്തനമാണ്, പ്രസവിച്ചാൾ മറിയാം ദൈവത്തെ എന്നേൽക്കാത്തവൻ അന്യൻ താൻ, അവനീശൻ ഈശൻ ആത്മജനും എന്നേറ്റരുളാത്തോരെല്ലാം എന്ന് പറഞ്ഞൊരു കീർത്തനം നമ്മൾ പലപ്പോഴും നമ്മുടെ ആരാധനയിൽ നമ്മൾ ഉപയോഗിക്കുന്ന കീർത്തനമാണ്. അവിടെ എന്താണ് പറയുക? മറിയം ദൈവത്തെ പ്രസവിച്ചു എന്ന് വിശ്വസിക്കാത്തവൻ അന്യനാണ്. മറിയം ദൈവത്തെ പ്രസവിച്ചു എന്ന് വിശ്വസിച്ച് ഏറ്റു പറയാത്തവരെല്ലാം വേദവിരോധികളാണ്. അപ്പോൾ അത് പാഷണ്ഡതയ്ക്കെതിരായിട്ടുള്ളതാണ്. മറിയം ദൈവത്തെ അല്ല പ്രസവിച്ചത് എന്ന് ഉള്ള പാഷണ്ഡതയ്ക്കെതിരായിട്ടാണ് സഭാപിതാക്കന്മാർ ഈ കീർത്തനം എഴുതിയിരിക്കുക. പ്രസവിച്ചാൽ മറിയം ദൈവത്തെയാണ് പ്രസവിച്ചത് എന്ന് ഏൽക്കാത്തവൻ, എന്ന് സമ്മതിക്കാത്തവൻ അവൻ വേദവിരോധിയാകുന്നു എന്നാണ്. എന്ന് ഏറ്റ് അരുളാത്തവരെല്ലാം വേദവിരോധികളാകുന്നു. അപ്പോൾ വളരെ മനോഹരമായി ഈ കീർത്തനങ്ങളിൽ സഭയുടെ ഔദ്യോഗിക പ്രബോധനങ്ങളും സഭാപിതാക്കന്മാരുടെ ദൈവശാസ്ത്ര ചിന്തകളും ഒക്കെ മനോഹരമായിട്ട് അവിടെ അവതരിപ്പിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ നമ്മൾ ഈ കീർത്തനങ്ങളിലൂടെയും പ്രാർത്ഥനകളിലൂടെയൊക്കെ ധ്യാനാത്മകമായി അതിൻ്റെ വരികൾക്കിടയിലൂടെ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി നമ്മൾ പോകുമ്പോൾ മാത്രമേ അത് ഉൾക്കൊള്ളാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കുക. പ്രിയമുള്ളവരെ, നമ്മൾ യാമപ്രാർത്ഥനകളെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ അവസാനിപ്പിക്കുകയാണ്. യാമപ്രാർത്ഥനകളെ പറ്റി നമ്മൾ പറയുമ്പോൾ ഞാൻ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു യാമം കഴിഞ്ഞ് അടുത്ത യാമം എന്ന് പറയുന്നത് 3 മണിക്കൂർ ഇടവിട്ടുള്ള സമയമാണ്. അതായത് ഒരു ലിറ്റർജിക്ക് ഡേ, ഒരു ആരാധനാ ദിവസം നമ്മൾ വൈകുന്നേരത്തോടു കൂടിയാണ് ആരംഭിക്കുന്നതെന്ന് സൂചിപ്പിച്ചു. വൈകുന്നേരം 6 മണിക്ക്. ഒരു ദിവസം ആരംഭിക്കേണ്ടത് പ്രാർത്ഥിച്ചു വേണം ആരംഭിക്കാൻ. അതുകൊണ്ടാണ് 6 മണിക്ക് സന്ധ്യാപ്രാർത്ഥന. ആ ലിറ്റർജിക്ക് ഡേ പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കണം. അപ്പോൾ 6 മണിക്ക് ഉള്ള സന്ധ്യാപ്രാർത്ഥന. തുടർന്ന് വരുന്ന സൂത്താറ പ്രാർത്ഥന 3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്. അപ്പം 3 മണിക്കൂർ ഇടവിട്ടുള്ള യാമങ്ങളാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, 3 മണിക്കൂർ എന്ന് പറയുന്നത് 7.5 നാഴികയാണ്. 3 മണിക്കൂർ 7.5 നാഴികയാണെങ്കിൽ 1 മണിക്കൂർ 2.5 നാഴികയാണ്. 2.5 × 3 ആണല്ലോ 7.5. 1 മണിക്കൂർ എന്ന് പറയുന്നത് 2.5 നാഴികയാണെങ്കിൽ 1 നാഴിക എന്ന് പറയുന്നത് 24 മിനിറ്റാണ്. സാറിന് അങ്ങനെ കണക്ക് കൂട്ടി പറയാറുണ്ട്. 24 മിനിറ്റ് ഒരു നാഴിക. അപ്പോൾ 2.5 നാഴിക എന്ന് പറയുമ്പോൾ 24 + 24 + 12 എന്ന് പറയുന്നതാണല്ലോ 60 മിനിറ്റ്, 1 മണിക്കൂർ. അങ്ങനെ 2.5 നാഴികയുടെ 3 മണിക്കൂർ, 7.5 നാഴിക. അതാണ് ഒരു യാമം കഴിഞ്ഞ് അടുത്ത യാമം വരെയുള്ള ഇടവേള എന്ന് പറയുന്നത് ഈ 7.5 നാഴികയാണ്. അല്ലെ, 7.5 നാഴിക കഴിഞ്ഞിട്ടാണ് അടുത്ത യാമം തുടങ്ങുക. അതുകൊണ്ടാണ് നമ്മൾ പ്രഭാത പ്രാർത്ഥന കഴിഞ്ഞിട്ട് 3-ാം മണിയുടെ പ്രാർത്ഥന 7.5-യുടെ പ്രാർത്ഥന എന്ന് പറയുക. പ്രഭാതം കഴിഞ്ഞ് 3 മണിക്കൂർ കഴിയുമ്പോൾ 7.5-യുടെ പ്രാർത്ഥന. പണ്ട് കാലത്തെ പുസ്തകങ്ങളിൽ, പ്രാർത്ഥനാ പുസ്തകങ്ങളിലൊക്കെ അങ്ങനെയായിരുന്നു. 7.5-യുടെ പ്രാർത്ഥന, 15-ൻ്റെ പ്രാർത്ഥന, 22.5-യുടെ പ്രാർത്ഥന. അപ്പോൾ 3-ാം മണിയുടെ പ്രാർത്ഥന 7.5 എന്നും, 6-ാം മണിയുടെ പ്രാർത്ഥന 15 നാഴികയുടെ പ്രാർത്ഥനയെന്നും, 9-ാം മണിയുടെ പ്രാർത്ഥന 22.5-യുടെ പ്രാർത്ഥനയെന്നൊക്കെ പഴയ പുസ്തകങ്ങൾ നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ അങ്ങനെയാണ് നമ്മൾ കാണുക. അപ്പോൾ
സന്ധ്യാപ്രാർത്ഥന 6 മണിക്ക് ആരംഭിക്കുന്നു. സൂത്താറ പ്രാർത്ഥന 9 മണിക്ക് ആരംഭിക്കുന്നു. രാത്രി പ്രാർത്ഥന 12 മണിക്ക് ആരംഭിക്കുന്നു. രാത്രി പ്രാർത്ഥനയിൽ നമുക്കറിയാം 4 കൗമുകളാണ്, വളരെ ദൈർഘ്യമുള്ള പ്രാർത്ഥനകളാണ്. അത് 3 മണിക്കാണ് അവസാനിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ വീണ്ടും ഉള്ള 3 മണിക്കൂർ കഴിയുമ്പം പ്രഭാത പ്രാർത്ഥന രാവിലെ 6 മണിക്ക് ആരംഭിക്കും. അതിനുശേഷം 3-ാം മണി 9 മണിക്ക് ആരംഭിക്കും. 6-ാം മണി 12 മണിക്ക് ഉച്ചനമസ്കാരം നടത്തും. പിന്നീട് 9-ാം മണി ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് നടത്തും. അത് കഴിഞ്ഞ് 3 മണിക്കൂർ ആകുമ്പോഴത്തേക്ക് അടുത്ത ലിറ്റർജിക്കൽ ഡേ ആയി 6 മണിക്ക് സന്ധ്യാപ്രാർത്ഥനയോടുകൂടി അടുത്ത ലിറ്റർജിക്കൽ ഡേ ആരംഭിക്കും. ഇതാണ് നമ്മുടെ സഭയുടെ പാരമ്പര്യമനുസരിച്ചുള്ള യാമങ്ങളും യാമങ്ങളുടെ സമയ ദൈർഘ്യവും ഒക്കെ. അതുകൊണ്ട് നമുക്ക് വിവിധ യാമങ്ങളിൽ പ്രാർത്ഥിക്കാനായിട്ടുള്ള ഒരു വലിയ പ്രാർത്ഥനാ സമ്പത്ത് അത് നമ്മുടെ സഭാപിതാക്കന്മാർ നമുക്ക് നൽകിയിട്ടുള്ളത് നമുക്ക് വളരെ സന്തോഷത്തോടെ സ്വീകരിക്കാം. നമ്മുടെ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ പാരമ്പര്യത്തിൽ വിവിധ യാമങ്ങളിൽ പ്രാർത്ഥിക്കുന്ന ആ പാരമ്പര്യം ഇന്നും കാത്തു സൂക്ഷിക്കുന്ന ധാരാളം ആളുകളുണ്ട്. എല്ലാവർക്കും അത് നടത്താൻ സാധിച്ചില്ലെങ്കിലും ഇന്നും വിവിധ യാമങ്ങളിൽ കൃത്യമായി അത് നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ നമ്മുടെ സഭയിലുണ്ട് എന്നുള്ളത് നമുക്ക് വളരെ അനുഗ്രഹകരമാണ്. ഇന്നും ആ നല്ല പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന അനേക കുടുംബങ്ങൾ നമുക്കുണ്ട് എന്നുള്ളത് നമുക്ക് അഭിമാനമാണ്. അത് നമ്മുടെ സഭയുടെ വലിയ സമ്പത്താണ്. അതുകൊണ്ട് യാമപ്രാർത്ഥനകൾ നമുക്ക് വളരെ ഭക്തിയോടെ വളരെ ആദരവോടെ നിർവഹിക്കാനായിട്ട് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം. പ്രത്യേകിച്ച് യാമപ്രാർത്ഥനകളിലെ കണ്ടൻറ്റ് അതാണ് നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നു, ശക്തിപ്പെടുത്തുന്നു. വെറുതെ പ്രാർത്ഥിക്കുകയല്ല, യാന്ത്രികമായി ചൊല്ലുകയല്ല, മറിച്ച് ചൊല്ലുന്ന പ്രാർത്ഥനയുടെ ആഴങ്ങളിലേക്ക് അതിൻ്റെ അർത്ഥങ്ങളിലേക്ക് പോകുവാനും ആ ചൊല്ലുന്ന പ്രാർത്ഥനകളുടെയും ഗീതങ്ങളുടെയും അർത്ഥം മനസ്സിലാക്കി നമുക്ക് ചൊല്ലാനും ഒക്കെ സാധിക്കുമ്പോൾ യാമപ്രാർത്ഥന നമുക്ക് വളരെ അനുഗ്രഹകരമാകും, അനുഭവവേദ്യമാകും. അത് നമുക്ക് വളരെ സന്തോഷകരമായ ഒരനുഭവമാകും. നമുക്കൊരു ഭാരമായി ഒരിക്കലും അനുഭവപ്പെടില്ല. മറിച്ച് ഓരോ പ്രാവശ്യവും അത് കഴിയുമ്പോൾ യാമപ്രാർത്ഥന നടത്തി കഴിയുമ്പോൾ കുറേ കൂടി ഉന്മേഷമുള്ളവരായി ശക്തിയുള്ളവരായി നമുക്ക് ഏറെ ആനന്ദം അനുഭവിക്കാനിടയാകുന്ന അവസരമായി നമുക്ക് അത് ലഭ്യമാകും. അതുകൊണ്ട് നമുക്ക് യാമപ്രാർത്ഥനകളെ സ്നേഹിക്കാം. യാമപ്രാർത്ഥനകൾ ഭക്തിയോടെ നിർവഹിക്കാനുള്ള വലിയ തീക്ഷ്ണതയും ആഗ്രഹവും നമുക്ക് വളർത്തിയെടുക്കാം. ദൈവം നമ്മയും നമ്മുടെ സഭയെയും പ്രത്യേകമായും പരിപാലിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.